ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനെക്കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാൻ്റെ റിലേഷൻസ് വിത്ത് പാകിസ്ഥാൻ ആൻഡ് ഓൾസോ വിത്ത് ഇന്ത്യ. പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഈസ് ഹാവിങ് എ സ്ട്രെയിൻഡ് റിലേഷൻ. നമ്മളതിൻ്റെ ഡീറ്റെയിൽ പോയി പറഞ്ഞു. ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് രണ്ടുപേരും. പരസ്പര വിശ്വാസരഹിതമായ ഒരു ബന്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ക്വയറ്റ് റീസെൻ്റ്ലി എയർ സ്ട്രൈക്ക് വരെ നടത്തി അഫ്ഗാനിസ്ഥാൻ്റെ എഗൻസ്റ്റ്. അഫ്ഗാനിസ്ഥാനാണെങ്കിൽ ഒരു നൈറ്റ് മെയറായിട്ട് പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചർച്ചകളൊക്കെ അവർ നടക്കുന്നുണ്ട് ഇൻ ഓർഡർ ടു കൺട്രോൾ ദി എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. ബട്ട് ഇതുവരെ ഒരു പ്രോഗ്രസ്സൊന്നും അവർക്ക് നേടാനായിട്ടില്ല. വേറാസ് ഇന്ത്യയുമായിട്ട് അത്യാവശ്യം നല്ല അതായത് പ്രാഗ്മാറ്റിക് അറേഞ്ച്മെൻറ്റ്, നമ്മൾ പ്രായോഗികമായി ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ. ലെറ്റ് us see. Indo-Afghan relations are currently characterized by pragmatic engagement, with Taliban government focusing on humanitarian aid, trade, like the എയർ ഫ്രൈറ്റ് കൊറിയർ. ഒരു എയർ ഫ്രൈറ്റ് കൊറിയർ നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, തിരിച്ചും വരുന്നുണ്ട്. ബാലൻസിങ് ഡീപ്പ് ഹിസ്റ്റോറിക്കൽ ടൈസ് വിത്ത് ദി നീഡ് ടു അഡ്രസ് ഗവർണൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺ മാർക്ക്ഡ് ബൈ റീസെൻറ്റ് ഹൈ ലെവൽ ടോക്സ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് ഇന്ത്യ ടെക്നിക്കൽ മിഷൻ ഇൻ കാബൂൾ. കാബൂൾ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ്. അവിടെ നമ്മൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് വർക്ക് നടത്തിയിരുന്നു ബിഫോർ താലിബാൻ. ഹമീദ് കർജായിയൊക്കെ ആയിട്ട് നമ്മൾ വളരെ നല്ല ബന്ധമായിരുന്നു. അവിടുത്തെ മാക്സിമം ഡെവലപ്മെൻറ്റ് വർക്ക്സ്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഇന്ത്യയുടെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സുപ്രഭാതത്തിൽ താലിബാൻ അവിടെ അധികാരത്തിലേറിയപ്പോൾ നമ്മുടെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷേ താലിബാൻ പിന്നീട് ഇന്ത്യയുടെ എംബസി അടക്കം നമ്മൾ ക്ലോസ് ചെയ്ത് തിരിച്ചു പോയെങ്കിലും അഫ്ഗാനിസ്ഥാൻ പിന്നീട് തിരിച്ചറിഞ്ഞത് ഇന്ത്യയുടെ സഹായമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുമായിട്ട് നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നുള്ള താലിബാൻ്റെ, അതായത് അഫ്ഗാനിസ്ഥാൻ പ്രസൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹപ്രകാരം ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. പ്രാഗ്മാറ്റിക് എൻഗേജ്മെൻറ്റ്. ഇന്ത്യ എൻഗേജ് വിത്ത് ദി താലിബാൻ അഡ്മിനിസ്ട്രേഷൻ ടു പ്രൊട്ടക്റ്റ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻസ് സ്റ്റെബിലിറ്റി, അക്നോളജിങ് ഷെയർഡ് ഹിസ്റ്ററി വൈൽ നാവിഗേറ്റിംഗ് കോംപ്ലക്സ് ഗവർണൻസ്. അതായത് അവിടുത്തെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻറ്റേർണൽ ക്ലാഷസും കാര്യങ്ങളും എല്ലാം ഒരുപാട് കൺസിഡറബിളി കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ഒരു ആളുകൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി അവരെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യ നന്നായിട്ട് സക്സീഡ് ആവുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ് വർക്കെല്ലാം ഇന്ത്യയുടെ ത്രൂവാണ് നടക്കുന്നത്. സോ ഇന്ത്യ ഈസ് ഡൂയിങ് വണ്ടർഫുൾ ജോബ് ഇൻ കാബൂൾ and Afghanistan in general. Humanitarian forces. India remains a major provider of aid. ഏറ്റവും കൂടുതൽ അവർക്ക് സഹായം നൽകുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ആർക്ക്? അഫ്ഗാനിസ്ഥാൻ. ഡെലിവറിങ് ഫുഡ്, വീറ്റ്, ഗോതമ്പ്, ഏറ്റവും അധികം വീറ്റ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്രീ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. മെഡിസിൻസ് ആൻഡ് സപ്പോർട്ടിങ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സ്, ഷോ കോസിങ് സോഫ്റ്റ് പവറാണ് നമ്മൾ കാണിക്കുന്നത്. മിലിറ്ററി മൈറ്റല്ല കാണിക്കുന്നത്, അല്ലേ? നമ്മുടെ അവിടുത്തെ എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്, അവരുടെ ഹെൽത്ത് കെയർ നോക്കുന്നുണ്ട്. അവർക്കൊരിക്കലും ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു രീതിയിലുള്ള നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അവർ താലിബാനാണ്, അവർ പ്രത്യേക ഒരു ജീവിത രീതി അവലംബിക്കുന്നവരാണ്. അതെല്ലാം ഒരു കൺട്രിയുടെ ഇഷ്ടമാണ്, അല്ലേ? നമ്മൾ നെയ്ബേഴ്സുമായിട്ട് എപ്പോഴും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു
100% ഡെമോക്രാറ്റിക്, വൺ ഓഫ് ദി ഹയസ്റ്റ് ഡെമോക്രസീസ് ഇൻ ദി വേൾഡാണ് ഇന്ത്യ. സോ എവറി വൺ വാണ്ട്സ് ടു ബി ഇൻ ഗുഡ് റിലേഷൻ വിത്ത് ഇന്ത്യ. പക്ഷെ പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഈയിടെ കാണിക്കുന്നത് അസൂയപരമായ, എന്നാൽ ഒരു ശത്രുതാപരമായ, അവർ എല്ലാ കാര്യത്തിനെയും അവരുടെ ആ മതപരമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് ഇന്ത്യ നമ്മുടെ ദുഷ്മനാണ് എന്ന് അവരെ മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് അവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നമനം ഉണ്ടാവുന്നില്ല. അവർ നാൾക്കുനാൾ വരുമ്പോഴത്തേക്ക് അവർ ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ഇക്കണോമിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ രണ്ട് കൺട്രിയും. ബംഗ്ലാദേശിലെ റിജീം ചേഞ്ച് ആയതിനു ശേഷമാണ് ഈ മാറ്റം. അതർവൈസ് നേരത്തെയുള്ള ഗവൺമെൻറ് ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ഫ്രണ്ടായിരുന്നു. അവർ അഭയം തേടിയിരിക്കുന്നതും ഇന്ത്യയിലാണ്. അത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇക്കണോമിക് ആൻഡ് കണക്ടിവിറ്റി ഇനിഷ്യേറ്റീവ്സ്, സാമ്പത്തികപരമായിട്ട് നമ്മൾ ഒത്തിരി അവരെ സഹായിക്കുന്നുണ്ട്. ദി എയർ ഫ്രൈറ്റ് കോറിഡോർ ബൂസ്റ്റ് ട്രേഡ്, പർട്ടിക്കുലർലി ഡ്രൈ ഫ്രൂട്ട്സ്, ആൻഡ് ഇന്ത്യ സപ്പോർട്ട്സ് കീ ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് ദി സൽമ ഡാം അവിടെ നമ്മളുണ്ടാക്കുന്നതാണ്. അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നും അറിയപ്പെടുന്നുണ്ട് സൽമ ഡാം. അതൊക്കെ ഇന്ത്യയാണ് ചെയ്തു കൊടുക്കുന്നത് അവർക്ക്. അവരുടെ ഒരു ലോങ് ഔട്ട്സ്റ്റാൻഡിങ് ഡിസയർ ആയിരുന്നത്. അവരുടെ ഡെവലപ്മെൻറ്റിന് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി ഇന്ത്യയാണ് അവരെ സഹായിക്കുന്നത്. പ്രാക്ടിക്കലി ഒരു അയൽവക്കക്കാരൻ, നമ്മുടെ ഒരു അയൽവാസിയെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, അതിൻ്റെ ഒരു ഉത്തമമായ നമൂന, അതായത് എക്സാമ്പിൾ ഇന്ത്യ ഈസ് എക്സിബിറ്റിംഗ് ദെയർ. ഡിപ്ലോമാറ്റിക് റീ എൻഗേജ്മെൻറ്റ്, ഇന്ത്യ റിസോർട്ടഡ് ടു ഇറ്റ്സ് ടെക്നിക്കൽ മിഷൻ ഇൻ കാബൂൾ ടു ആൻ എംബസി ഫെസിലിറ്റേറ്റിംഗ് ഓൺഗോയിങ് ഡയലോഗ് ആൻഡ് പ്രോജക്റ്റ് മോണിറ്ററിങ്. നമ്മളെല്ലാം റീസ്റ്റോർ ചെയ്തു, എല്ലാ ബന്ധങ്ങളും നമ്മൾ റീസ്റ്റോർ ചെയ്തു. അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായും സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു. സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, ഇന്ത്യ സീക്സ് ടു കൗണ്ടർ ടെററിസം, ബാലൻസ് റീജിയണൽ റൈവൽസ് ആൻഡ് എൻഷുർ സ്റ്റെബിലിറ്റി ഇൻ സെൻട്രൽ ഏഷ്യ യൂസിങ് സ്ട്രാറ്റജിക് പേഷ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നമുക്കറിയാം പാകിസ്ഥാൻ്റെ കൂടെ ഈ അഫ്ഗാനിസ്ഥാനും കൂടെ നമ്മുടെ ശത്രു രാജ്യമായിട്ട് നിലകൊണ്ടിരുന്നെങ്കിൽ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടായിപ്പോയേനെ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിന് കൂടിയാണ്. നമ്മളും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള എത്ര നല്ല ബന്ധമാണോ അത്രയും മോശമായിട്ടുള്ള ബന്ധം പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ തുടരുന്നത് ഒരുപക്ഷെ ഇന്ത്യ കൂടുതൽ അവർക്ക് സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം. അവർ എപ്പോഴും വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതെ ഇന്ത്യ കാൻസെ ആകെ, ഇന്ത്യ ഇവിടുന്ന് അപ്പോൾ ഈ കയറി വന്ന് ഇടയ്ക്ക് നമ്മളുമല്ല മുസ്ലിം ബായ് എന്നുള്ള രീതിയിലാണ് അവർ കണ്ടത്. പക്ഷേ താലിബാൻ ഗവൺമെൻറ്, അതായത് അഫ്ഗാനിസ്ഥാനിലെ പ്രസൻറ്റ് റെജീം ഇന്ത്യയെ ഒരു സ്വന്തം ബ്രദർ പോലെയാണ് കാണുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു അവരെ. ഒന്നും തിരിച്ച് കിട്ടാനും കൂടി ആഗ്രഹമില്ലാത്ത രീതിയിൽ നമ്മളെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ടൈസ്, സാംസ്കാരിക ബന്ധങ്ങൾ, ഡീപ്പ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ലിങ്ക്സ് റിമൈനിങ് സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് കമ്പൈൻഡ് സപ്പോർട്ട് ഫോർ അഫ്ഗാൻ സ്റ്റുഡൻസ്. അഫ്ഗാൻ സ്റ്റുഡൻസിന് ഒരുപാട്, ഞാൻ ഡൽഹിയിലും നോയിഡയിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പലരും പല കോച്ചിങ്ങും കാര്യങ്ങളും ചെയ്യുന്നു. നോയിഡയിൽ നമ്മളൊരു സ്പോർട്സ് കോംപ്ലക്സ് ഫുൾ അഫ്ഗാനിസ്ഥാൻ്റെ ക്രിക്കറ്റിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവർ ഈ വേൾഡ് കപ്പ് കളിക്കാനും ഇതൊക്കെ പോകുമ്പോൾ ഇന്ത്യയിൽ വന്നിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും കണ്ടു കാണും, അഫ്ഗാനിസ്ഥാൻ ഏതൊരു കളി കളിക്കുമ്പോഴും ഇന്ത്യൻ സപ്പോർട്ടേഴ്സ് എപ്പോഴും അഫ്ഗാനിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സിമിലർലി ഇന്ത്യൻ ക്രിക്കറ്റിനെയും ഇന്ത്യൻ സ്റ്റുഡൻസിനെയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിനെ തന്നെ, ഇന്ത്യൻസിനെ പൊതുവായിട്ട് അഫ്ഗാനിസ്ഥാൻ ഒരുപാട് ഇഷ്ടമാണ്. ദേ ജസ്റ്റ് ലവ് ഇന്ത്യ. ചാലഞ്ചസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏതൊരു കൺട്രിയിൽ എല്ലായിടത്തും ചാലഞ്ചുണ്ടല്ലോ. നമ്മളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നമ്മളൊരു ഗ്രേറ്റ് കൺട്രി ആയിട്ട് വരുന്നത്. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഗ്രീവൻസസ് ആൻഡ് റൈറ്റ്സ്. ഇന്ത്യ ഫേസ് എ ചാലഞ്ച് ഓഫ് സപ്പോർട്ടിംഗ് ദി അഫ്ഗാനിസ്ഥാൻ people without endorsing the Talibanese human rights violation, especially concerning women's rights.
നമുക്ക് ഏറ്റവും വലിയതാണ് നമുക്കത് അവർ വിമൻസ് അതായത് ശരിയ നടപ്പാക്കിയ കൺട്രിയാണ്. അപ്പോൾ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനൊക്കെ ഉണ്ട്. അവിടെ ഒരു ലേഡി SP വെട്ടി തുണ്ടമാക്കിയ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആട്രോസിറ്റീസ് അവർ എഗൻസ്റ്റ് വിമൻ ചെയ്യുന്നുണ്ട് ഇൻ അഫ്ഗാനിസ്ഥാൻ. പക്ഷെ അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് കാരണം നമ്മൾ അതിനെപ്പറ്റിയൊക്കെ എക്സ്പോസ് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ശരിയായൊക്കെ ചെയ്തോ, ബട്ട് കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇതിലും മുസ്ലിം പെൺകുട്ടികളെ ഇത്രയും താഴേക്ക് നിർത്തരുത്, അവർക്കൊരു ബരാബറി കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിച്ചു. എഡ്യൂക്കേഷൻ മേഖലകളിലൊക്കെ നമ്മൾ അവരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ചാലഞ്ച് തന്നെയാണ്. ഇറ്റ് ഈസ് എ ചാലഞ്ച് ഓഫ് കോഴ്സ്. ദി നെക്സ്റ്റ് ചാലഞ്ച് ഇസ് ടെററിസം, ഉഗ്രവാദം, തീവ്രവാദം, കൺസേൺസ് അബൌട്ട് ഡ്രഗ് ട്രാഫിക്കിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫൈനാൻസിങ് ഫ്രം അഫ്ഗാനിസ്ഥാൻ പെർസിസ്റ്റ്, ഇപ്പോഴും ഉണ്ട്. അതായത് ഡ്രഗ്, മയക്കുമരുന്നിൻ്റെ ഒരു കൺട്രോളില്ലായ്മയുണ്ട് അവിടെ. അതുപോലെ ടെററിസം ഇപ്പോഴും ഉണ്ട്. ടെററിസം അവിടെ എവരി തേർഡ് മാൻ ഈസ് എ ടെററിസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത് പണ്ട്. സ്ഥിതി മാറി വരികയാണ്. ഇന്ത്യക്ക് അതൊരു ചാലഞ്ച് തന്നെയാണ്. നമ്മളെത്ര അവരെ സഹായിച്ചാലും നമ്മുടെ സഹായം തെറ്റായ ആളുകളിലേക്ക് ചെല്ലുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് നമ്മുടെ ഒരു ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇൻ എസൻസ് ഇന്ത്യാസ് അപ്രോച്ച് ഈസ് എ സ്ട്രാറ്റജിക് റീസെറ്റ്. നമ്മൾ സ്ട്രാറ്റജിക്കലി ആയിട്ട് റീസെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ബിക്കോസ് നമ്മളെല്ലാ കൺട്രികളെയും നമ്മൾ പിണക്കി നിർത്താൻ നമുക്ക് കഴിയില്ല. വി കനോട്ട് അഫോർഡ് ദാറ്റ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കൺട്രിയിൽ നിന്ന് അടിച്ചിട്ട് അവരെ സഹായിച്ച് അവരെ നമ്മുടെ കൂടെ നിർത്തുന്ന ഒരു പ്രത്യേക തരം സ്ട്രാറ്റജിയാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. മൂവിങ് ഫ്രം കോഷ്യസ് ഒബ്സർവേഷൻ, നമ്മൾ ശരിക്കും അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെൻറ്റ് വിത്ത് കാബൂൾ, പ്രയോറിറ്റൈസിങ് പ്രാക്ടിക്കൽ നീഡ്സ് വൈൽ അപ്ഹോൾഡിങ് ഡെമോക്രാറ്റിക് വാല്യൂസ്. നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ നീഡ്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങളുടെ ജനതയ്ക്ക് ഇന്ന് എന്താണ് ആവശ്യം അത് നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ അവരെ കാണുന്നുള്ളൂ. അല്ലാതെ കണ്ട് ഏതൊരു പ്രശ്നം വന്നാലും അത് ഊതി വലുതാക്കി നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ആ പ്രാക്ടിക്കലുള്ള റിലേഷൻ എൻഗേജ്മെൻറ്റ് മാത്രമേ അവരോട് കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ സ്ട്രാറ്റജിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഫുള്ള് നമ്മൾ എൻഗേജ് ചെയ്യാം ഇവിടെ പ്രതിപാദിക്കുന്നത് ശരിയല്ല. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.